ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിനെ കൊല്ലാൻ കാശിനാഥൻ കത്തി വീശും. ആ സമയം തന്നെ അവൻ കണ്ണു തുറന്ന് വേഗം കാശിയുടെ കയ്യിൽ കയറി പിടിക്കും. രണ്ടുപേരും തമ്മിൽ ഉന്തും തള്ളുവാവും. അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരെല്ലാം വേഗം ഓടി വരും. പെട്ടെന്ന് തന്നെ കാശിനാഥൻ അവരുടെ നേരെ കത്തി വീശി അവിടുന്ന് ഓടി രക്ഷപ്പെടും. സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, അയാൾ ആരാ, എന്തിനാ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന്. സിദ്ധാർത്ഥ് പറയും, എനിക്കറിയില്ല എന്ന്. എന്താണേലും CCTV നോക്കിക്കഴിഞ്ഞാൽ ആളെ പിടികിട്ടുമെന്ന് പറയും. മറ്റേ സിസ്റ്റർ പറയും, അതിന് CCTV കേടാണല്ലോ എന്ന്. മറ്റേ ആൾ പറയും, ഓഹോ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന ആരോ ഒരാളാണ്. സിദ്ധാർത്ഥ് മനസ്സിൽ ചിന്തിക്കും, എനിക്കറിയാം ഇത് കാശിനാഥൻ തന്നെയാണ്. ഈ സമയം കാശിനാഥൻ്റെ ശിങ്കിടിയും ഏട്ടത്തെയും ടെൻഷനിലാണ്. കാശിനാഥനെ കാണാത്ത ഓർത്ത് അയാൾ പറയുന്നുണ്ട്, ഇനി അണ്ണനെ പോലീസ് വല്ലതും പിടിച്ച് കാണുമോയെന്ന്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ കാശിനാഥൻ അങ്ങോട്ട് വരും. എന്തായി, സിദ്ധാർത്ഥൻ്റെ കാര്യം തീരുമാനമായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാശിനാഥൻ പറയും, ഇല്ല, അവനെ കൊല്ലാൻ പറ്റിയില്ല. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയും. ശിങ്കിടി പറയും, ഞാൻ അപ്പോഴേ അണ്ണനോട് പറഞ്ഞല്ലേ നമുക്ക് വേറൊരാളെ വെച്ച് ഇത് ചെയ്യിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പം സിദ്ധാർത്ഥൻ്റെ കാര്യം തീരുമാനമായേനെ. കാശ് പറയും, അത് വേണ്ട, അവനെ അങ്ങനെ അങ്ങ് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയും ഞാൻ അവനെ കൊല്ലാൻ തന്നെ ശ്രമിക്കും. പിന്നീട് ഗംഗയും അമ്മയും യമുനയും കൂടെ സംസാരിച്ചിരിക്കുക. അങ്ങോട്ട് മനു വന്നിട്ട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥനെ ഇന്നലെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന്. ഗംഗ പറയും, ഇതിന് പിന്നെ കാശിനാഥൻ തന്നെയായിരിക്കുമെന്ന്. അമ്മ പറയും, ഇതാ ഞാൻ പറഞ്ഞത്, അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്ന്. അവൻ പുറത്ത് നടന്നാൽ നമുക്ക് എല്ലാവർക്കും അത് ആവത്താ. മനു പറയും, കാശിനാഥൻ ഇതിന്റെ പിന്നിലെന്ന് ഒരു തെളിവുമില്ല, പിന്നെ നമ്മൾ എങ്ങനെയാ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന്. യമുന ചോദിക്കും, CCTV ആളെ പതിഞ്ഞിട്ടുണ്ടാവില്ലേന്ന്. മനു പറയും, അത് കേടാന്ന്. യമുന പറയും, ദൈവങ്ങൾ പോലും ഇപ്പൊ ദുഷ്ടന്മാർക്കൊപ്പമാണല്ലോ എന്ന്. അമ്മ പറയും, ഇനിയിപ്പോൾ സിദ്ധാർത്ഥ വിവാഹത്തിൽ നിന്ന് പിന്മാറുമോ എന്ന്. മനു പറയും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സിദ്ധാർത്ഥന് ഇവിടെ അത്രത്തോളം ഇഷ്ടമാണല്ലോ എന്ന്. അമ്മ പറയും, എന്നാലും ജീവനേക്കാൾ വലുതല്ല കല്യാണം കഴിഞ്ഞുള്ള ജീവിതം. ഗംഗ പറയും, എനിക്കിപ്പോൾ അതൊന്നും അല്ല വിഷയം, ഞാൻ കാരണമാണല്ലോ സിദ്ധാർത്ഥ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഓർത്താ എൻ്റെ വിഷമെന്ന് പറഞ്ഞ് ഗംഗ അവിടെ നിന്ന് പോകും. പിന്നീട് മനു അഞ്ജലിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിയുമ്പോൾ അഞ്ജലിക്കും ടെൻഷനാവും. മനു ചോദിക്കുന്നുണ്ട്, എന്നാലും ഒരു പെണ്ണിനെ സ്വന്താക്കാൻ ഒരാൾ ഇത്രത്തോളം ക്രൂരതകൾ കാണിക്കുമോ? അഞ്ജലി പറയും, കാണിക്കുമെന്ന് മനുട്ടൻ ഇപ്പം മനസ്സിലായില്ലേ. ഒന്നുകിൽ അയാൾക്ക് ഗംഗയോട് അത്രത്തോളം സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും അയാളുടെ ഉദ്ദേശം. മനു പറയും, വേറെ ഉദ്ദേശമൊന്നുമില്ല, ഒന്നുകിൽ സ്നേഹം അല്ലെങ്കിൽ വാശി തീർക്കല്. അഞ്ജലി പറയുന്നുണ്ട്, ഇനി അയാൾ സിദ്ധാർത്ഥനെ കൊല്ലാൻ ശ്രമിച്ചേക്കുമെന്ന്. മനു പറയും, അതിനെന്താണേലും ഞാൻ അനുവദിക്കില്ല എന്ന്. അഞ്ജലിക്ക് പേടിയാവും. അവള് പറയും, മനൂട്ട, ഞാൻ പറയുന്നത് മനുട്ടൻ ഇഷ്ടമാവില്ലെന്നറിയാം, എന്നാലും ഞാൻ പറയാം, മനുട്ടൻ അവിടെയുള്ളവരോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് എത്രയും വേഗം ഇങ്ങോട്ട് വാ, ഇല്ലെങ്കിൽ കാശിനാഥൻ മനുട്ടനെ എന്തെങ്കിലും ചെയ്തു കളയും, എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് വിഷമത്തോടെ അവൾ ഫോൺ കട്ട് ചെയ്യും. മനുവിനും സങ്കടമാവും. പിന്നീട് ഹോസ്പിറ്റലിൽ വന്ന് കിച്ചുവിനോട് മനു ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മനു പറയും, പലവട്ടം ഗംഗ കാശിനാഥനോട് പറഞ്ഞതാ അവനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന്, പിന്നെ എന്തിനാ അവൻ അവളുടെ പുറകെ നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. വീട്ടിലെല്ലാവരും പേടിയോടെ ഇരിക്കുക, ഞാനുള്ളതാ അവരുടെ ഏക ധൈര്യം. ഇത് കേട്ട് കിച്ചു പതിയെ കൈയെടുത്ത് മനുവിന്റെ കൈയുടെ മേലെ വെക്കുന്നുണ്ട്. അത് കണ്ട് മനുവിന് സന്തോഷമാവും. അവൻ ചോദിക്കും, കൈ അനക്കാൻ പറ്റുന്നുണ്ടോ? കിച്ചു ഒന്നുകൊണ്ടും പേടിക്കണ്ട, കിച്ചു വരുന്നവരെ ഞാൻ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നീട് ഗംഗ സിദ്ധാർത്ഥനെ കാണാൻ വരുന്നുണ്ട്. അവൻ്റെ അച്ഛനും അവിടെയുണ്ട്. സിദ്ധാർത്ഥ അവളെ കണ്ടൊരു ചിരിയോടെ കിടപ്പുണ്ട്. ബാലമാഷ് പറയും, ഇപ്പം എനിക്ക് എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല, ഇന്നലെ ആ സിസ്റ്റർമാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ മോൻ്റെ ജീവൻ തിരികെ കിട്ടിയത്, ഞാൻ ഇനി ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഗംഗ ചോദിക്കും, ഇതിൻ്റെ പിന്നിൽ ആരാന്ന് സിദ്ധാർത്ഥ് കണ്ടോ? സിദ്ധാർത്ഥ് ഇല്ലാന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ പറയും, എന്താണേലും ശത്രുക്കൾ ആരുമല്ല, ഞങ്ങൾക്ക് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല, പിന്നെ ഇപ്പം ഇവനോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ആ കാശിനാഥനാ. ഗംഗ പറയും, ഇതിൻ്റെ പിന്നിൽ കാശിനാഥൻ തന്നെയായിരിക്കും, എൻ്റെ സങ്കടം കാണുന്ന അയാൾക്കിഷ്ടം. ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് മുമ്പ് അയാൾ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു വരുത്തിയത് അറിയാലോ. അയാൾക്ക് എന്നെ വിവാഹം കഴിക്കണം, എനിക്ക് എത്രത്തോളം അയാളെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും അയാൾ അത് മനസ്സിലാക്കുന്നില്ല. ബാലമാഷ് പറയും, അതൊക്കെ ഗംഗയും കാശിയും തമ്മിലുള്ള വിഷയം, അതിൻ്റെ പേരിൽ എൻ്റെ മകനെ ഞാൻ ബലിയാടാക്കണോ? നാളെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാലും കാശിനാഥൻ പിന്നാലെ വരും, ഗംഗയെ സ്വന്തമാക്കുന്നവരെ അയാൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇവന്റെ ജീവിതം വെച്ച് ഞങ്ങൾക്കൊരു പരീക്ഷണത്തിന് വയ്യ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് നല്ല സങ്കടമാവും. ബാലമാഷ് പറയും, അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് കുറച്ച് ആശ്വാസമാകും. സിദ്ധാർത്ഥ് അവളെ നോക്കി ചിരിക്കും. ബാലമാഷ് പറയും, പിന്നെ വിവാഹം ഉടനെ നടത്താൻ പറ്റില്ല, ഇവന്റെ ദോഷങ്ങൾ കാരണം ഇങ്ങനെ അപകടങ്ങളെല്ലാം സംഭവിച്ചത്, അതൊക്കെ ഒന്ന് മാറണം. ഗംഗ പറയും, എല്ലാ ദോഷവും മാറട്ടെ, ഞാൻ അതുവരെ കാത്തിരുന്നോളാം. ബാലമാഷ് പറയും, മോക്ക് ഇവനെ ഇഷ്ടമായതുകൊണ്ട് മോള് കാത്തിരിക്കും, പക്ഷെ ഇതിനിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ കാശിനാഥൻ വന്നാലോ? ഗംഗ മനസ്സിൽ ചിന്തിക്കും, അയാളെ ഞാൻ കൊല്ലും. പിന്നീട് കാശി ശിങ്കിടിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗംഗ അതിലേ വരുന്നത്. കാശി വേഗം ചെന്ന് അവളുടെ കയ്യിൽ കയറി പിടിക്കും. ഗംഗ ആ കൈ കുടഞ്ഞെറിഞ്ഞിട്ട് പറയും, അനുവാദം ഇല്ലാതെ ഒരു പെണ്ണിന്റെ കൈ തൊട്ടാ അകത്ത് പോയി കിടക്കേണ്ടി വരും. കാശി പറയും, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കയ്യിലല്ലോ തൊട്ടത്, എന്റെ സ്വന്തമാകാൻ പോകുന്ന പെണ്ണിന്റെ കയ്യിലല്ലേ. ഗംഗയ്ക്ക് ദേഷ്യം വരും. കാശി പറയും, ഗംഗെ, ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാ എനിക്ക് നിന്നെ ഇഷ്ടമാ, നിനക്ക് എൻ്റെ ഭാര്യ ആയിക്കൂടെ? ഗംഗ പറയും, ഇതിനുള്ള മറുപടി ഞാൻ തന്നോട് കുറേ വട്ടം പറഞ്ഞതാണല്ലോ, എനിക്ക് തന്നെ ഇഷ്ടമല്ല. കാശിനാഥൻ ചോദിക്കും, പിന്നെ എന്താ നിന്റെ മനസ്സിൽ, സിദ്ധാർത്ഥനെ കെട്ടാൻ വേണ്ടിയാണോ? ഗംഗ പറയും, അതെ, സിദ്ധാർത്ഥ് തന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടും. കാശി പറയും, അവനിപ്പോൾ ആശുപത്രിയിലല്ലേ, ആശുപത്രിയിൽ നിന്ന് പുറത്ത് വരുമോയെന്ന് നോക്കാം. ഗംഗ പറയും, പുറത്ത് വരും,
അവൻ പറയും വന്നാലും നിന്നെ കെട്ടില്ല മോളെ. ഗംഗ പറയും നമുക്ക് നോക്കാം. ഗംഗ എവിടുന്ന് പോകുമ്പോൾ കാശിയിൽ വീണ്ടും അത് ദേഷ്യം ഉണ്ടാക്കും. മനു എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുമ്പോൾ ഗംഗ കൊണ്ടുവന്ന് കാപ്പി കൊടുക്കും. എന്താ ആലോചന എന്ന് ചോദിക്കുമ്പോൾ മനു പറയും ഞാൻ നാട്ടിലേക്ക് വന്നത് മോളുടെ കല്യാണ നിശ്ചയം നടത്താനാ. അതിപ്പം മാറ്റിവെച്ച സ്ഥിതിക്ക് ഞാൻ സേലത്തേക്ക് തിരികെ പോയാലോ എന്നാ ആലോചിക്കുന്നത്. ഗംഗ ചോദിക്കും അതെന്തായിട്ടാ പെട്ടെന്ന് പോകുന്നേ? അവൻ പറയും പെട്ടെന്നല്ല, കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഒരു ആലോചനയുണ്ട്. ഗംഗ പറയും ഏട്ടൻ ഇവിടുന്ന് പോയാൽ ഞങ്ങളുടെ അവസ്ഥ എന്താവും ഓർത്തിട്ട് വേണം കോയമ്പത്തൂർക്കോ സേലത്തേക്കോ എവിടേക്കാന്ന് വെച്ചാൽ പോകുന്നത്. ഈ സമയം എന്താണെന്നും ചോദിച്ച അമ്മയും യമുനയും എല്ലാം വരുന്നുണ്ട്. ഗംഗ പറയും ഏട്ടന് സേലത്തേക്ക് തിരികെ പോണെന്ന്. മനു പറയും വന്നിട്ട് കുറച്ച് ദിവസം ആയില്ലേ, ഇനിയും ലീവ് എടുത്താൽ ചിലപ്പം ജോലി പോകും. അമ്മ പറയും ആ ജോലി പോകുന്നെങ്കിൽ പോട്ടെ, നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. അവൻ ചോദിക്കും ഗംഗയുടെ കല്യാണം നടത്താൻ പണം വേണ്ടേ, ഞാൻ ഇവിടെ നിന്ന് അതെങ്ങനെ സംഘടിപ്പിക്കും? അമ്മ പറയും അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പറയും എന്റെയും ചേച്ചിയുടെയും പേരിൽ തറവാട്ടിൽ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് വിൽക്കാം. അതിന് വല്യമ്മ സമ്മതിക്കുമെന്ന് ഗംഗ ചോദിക്കുമ്പോൾ അമ്മ പറയും നിന്റെ ആവശ്യത്തിനാന്ന് പറഞ്ഞാൽ സമ്മതിക്കും. യമുന ചോദിക്കും നമ്മൾ ഇത്രയും നാളും അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, പെട്ടെന്ന് ചെന്ന് വീതം വേണമെന്നൊക്കെ പറഞ്ഞാ വല്യമ്മ അമ്മയുടെ ഓഹരി തരുവോ? എനിക്ക് തോന്നുന്നില്ല. അമ്മ പറയും എടി അതൊക്കെ തരും. മനു പറയും അതൊന്നും വേണ്ടമേ, ഞാൻ സ്ഥലത്ത് പോയി കാശുണ്ടാക്കിക്കോളാം. അമ്മ പറയും നിന്നെ ഞങ്ങൾ എവിടേക്കും വിടില്ല, നീ ഇവിടുന്ന് പോയിട്ട് വേണം ആ കാശിനാഥൻ ഇവിടെ കയറി ഞങ്ങളുടെ സ്വസ്ഥത ഇല്ലാതെയാക്കാൻ. അവനെ ഗംഗമോൾ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവൻ ഞങ്ങളെ എന്ത് ചെയ്യാനും മടിക്കില്ല. യമുന പറയും അതെ ഏട്ടാ, ഏട്ടൻ ഇവിടെ ഉള്ളതാ ഞങ്ങളുടെ എല്ലാം ധൈര്യം. ഗംഗ പറയും ഏട്ടൻ സ്ഥലത്തുനിന്ന് തിരികെ വരുമ്പോൾ ഞാൻ ചിലപ്പം ജയിലിലായിരിക്കും. കാശ് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്ന ഉറപ്പായി ഞാൻ അവനെ കൊല്ലും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. മോൻ ഒരു കാര്യം ചെയ്യും, ഈ മീനാക്ഷിപുരത്ത് തന്നെ എന്തെങ്കിലും തുടങ്ങാൻ നോക്ക്. അതാവുമ്പം നീ ഇവിടെ കാണുകയും ചെയ്യും, നിന്നെ പേടിച്ച് കാശിനാഥൻ ഇങ്ങോട്ട് വരികയില്ല. യമുനയും പറയും അതെ ഏട്ടാ, ഏട്ടൻ എവിടേക്കും പോവണ്ട, ഏട്ടൻ പോയാൽ ഞങ്ങളുടെ സമാധാനം പോകും. മനു പറയും ശരി ഞാൻ പോകുന്നില്ല. അത് കേട്ട് എല്ലാവർക്കും സന്തോഷമാവും. എല്ലാവരും അവനെ ചേർത്ത് പിടിക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.